ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ 38ാമത്തെ വയസ്സിലും മെസ്സി ഏവരെയും അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് ഇന്റർ മയാമിക്ക് വേണ്ടി പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മെസ്സി ഒരു അസിസ്റ്റ് സ്വന്തമാക്കിയിരുന്നു. MLS ആകെ 33 മത്സരങ്ങൾ കളിച്ച മെസ്സി 35 ഗോളുകളും 21 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അസിസ്റ്റുകൾ കൊണ്ടും ഗോളുകൾ കൊണ്ടും ആറാടുന്ന ഒരു മെസ്സിയെയാണ് നമുക്ക് ഈ സീസണിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു കണക്ക് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് 2025 എന്ന കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയ താരം അത് മറ്റാരുമല്ല, സാക്ഷാൽ ലയണൽ മെസ്സി തന്നെയാണ്. നോക്കുക, ഫുട്ബോൾ ലോകത്ത് എത്രയോ യുവ സൂപ്പർ താരങ്ങളുണ്ട്. അപ്പോഴും അവരെ എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് ഒന്നാം സ്ഥാനം സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. 38 വയസ്സുള്ള മെസ്സിയാണ് ഒന്നാമത്. 26 അസിസ്റ്റുകളാണ് ഈ കലണ്ടർ വർഷത്തിൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. മെസ്സിയെ മറികടക്കാൻ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തുള്ള ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി രണ്ടാം സ്ഥാനത്ത് ഖത്തർ സൂപ്പർ താരമായ അക്രം അഫീഫാണ് വരുന്നത്. 24 അസിസ്റ്റുകളാണ് 2025 എന്ന കലണ്ടർ വർഷത്തിൽ അഫീഫ് സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നീട് മെക്സിക്കൻ താരമായ അലക്സിസ് വേഗ വരുന്നു, 24 അസിസ്റ്റുകൾ. അതുപോലെ തന്നെ ഫ്രഞ്ച് താരമായ ഒലീസെ 22 അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. സ്വിസ് സൂപ്പർ താരമായ ഷെർദാൻ ഷാക്കിരി 22 അസിസ്റ്റുകൾ. റിയാദ് മഹ്റസ് 22 അസിസ്റ്റുകൾ. അതിനുശേഷമാണ് ലാമിൻ യമാൽ വരുന്നത്. 21 അസിസ്റ്റുകളാണ് യമാൽ സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ബാർക്കോള വരുന്നു, 21 അസിസ്റ്റുകൾ. റയാൻ ചെർക്കി വരുന്നു, 19 അസിസ്റ്റുകൾ. അതുപോലെ തന്നെ ഡ്രയർ വരുന്നുണ്ട്, 19 അസിസ്റ്റുകൾ. ടാഡിച്ച് 18 അസിസ്റ്റുകൾ. ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞ 18 അസിസ്റ്റുകൾ. അതുപോലെ തന്നെ ഉറുഗ്വൻ സൂപ്പർ താരമായ അരസ്കാട്ടയാണ് അതിനുശേഷം വരുന്നത്. 17 അസിസ്റ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അതായത് മെസ്സിയെ മറികടക്കാൻ അല്ലെങ്കിൽ മെസ്സിയോട് കിടപിടിക്കാൻ ഇപ്പോഴും ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. 26 അസിസ്റ്റുകളാണ് ഈ കലണ്ടർ വർഷത്തിൽ മാത്രമായിക്കൊണ്ട് മെസ്സി ക്ലബിനും രാജ്യത്തിനും വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.